ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എൻ്റെ അനിയൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, 8ാമത് ബർത്ത്ഡേ. കാരണം സാധാരണഗതിയിൽ പെൺകുട്ടികളുടെ എല്ലാം ബർത്ത്ഡേ കുറച്ച് വിപുലമായി ആഘോഷിക്കാനൊക്കെ വന്നത് 18 വയസ്സിലൊക്കെയാണ്. കാരണം മുമ്പ് അതാണല്ലോ വിവാഹപ്രായമൊക്കെ. ഇപ്പോഴാണല്ലോ 21 വയസ്സിലേക്ക് മാറിയത്. എന്തായാലും ഇന്നിവിടെ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ചിലരെല്ലാം നമ്മൾ റാനിയൊക്കെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അയച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. താജുക്കയാണ്. 18ാം ജന്മദിനം ആഘോഷിക്കുന്ന റാനിയ ഫാത്തിമ മോൾക്ക് എൻ്റെ 1000 ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആശംസിക്കുന്നു സ്വന്തം താജുക്ക. ഹായ്, മച്ചാനാണ്. അപ്പോൾ എസ്റ്റോഫിഷ്യൻ സിറാജികയുടെ അനിയന്റെ മകളുണ്ട് വാനിയ ഫാത്തിമ. അപ്പൊ ഇന്ന് 18ാം പിറന്നാൾ ആഘോഷിക്കുന്ന വാനിയ ഫാത്തിമക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ പെങ്ങളെ മകൻ ഫായിസിൻ്റെ വിവാഹത്തിന് ഇവരാണ് ചെയ്തത്. ഇതേ വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് വീണ്ടും ഇവരെ തന്നെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങളെ പേര് അഫ്ല അല്ലേ? എവിടെയാണ് സ്ഥലം? ചോറോട്. നിങ്ങളെ അഫ്ല അല്ലേ? അഫ്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ ഒരു ചോയ്സ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വന്ന ടീം. അവർക്ക് സ്വന്തമായിട്ട് ഇതാക്കി. കാരണം എവിടെയും പോയി പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അവരെ കഴിവ് അവർ പ്രകടിപ്പിക്കണം, അത്ര തന്നെ. ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുകയല്ലേ. ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയായത് അവിടെ ഇന്നു മോള്. അപ്പോൾ എൻ്റെ കൂടി മോളാണ് ഇത് കേട്ടാ. അല്ലേ? ഞാനാരാ? മൂത്താപ്പ. അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ചു വിളിക്കണം രാത്രി ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ അവരുടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. കിടു മാഷാ അല്ലാഹ്. കിടു സാറല്ലേ? അടിപൊളിയാക്കില്ല ലൈറ്റ് എല്ലാം കൊടുത്തിട്ട്. ആ, നമ്മളെ അനിയൻ്റെ അളിയനാണ് ഹബീബുർ റഹ്മാൻ. ഇപ്പം ഗൾഫിൽ നിന്ന് ഓടിയെത്തിയത്. അതായത് ഈ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ മഹേഷ്, എനിക്ക് സനീഷ് ഒരു കാപ്പിട്ടിക്കാം കേട്ടാ. വന്നേരം അധ്വാനിക്കുന്നത്.
അടുത്ത കേക്ക് മുറിക്കൽ ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. നിയാസിൽ കാണിച്ചു. ഹായ്, ഇതല്ല സുഗന്ധനല്ലേ? ഞങ്ങൾ കേക്ക് മുറിക്കട്ടെ. ആ അത് ഓക്കെ. പാക്ക് റിഫോ ലാജി. सबसे अलग पहचानूंगी उससे है प्यार की कहानी मंसूब आधी जाती सांसों की दवाई मंसूब अपने से ऊंची उड़ा लूंगी सबसे अलग पहचानूंगी उससे है प्यार की कहानी मंसूब आधी जाती सांसों की दवाई मंसूब. സമ്മാനം സൂപ്പർ. അതന്നെ അത് കെട്ടിപ്പിടിച്ചാണ്. അതെ, അതാണ് സംഭവം. കേക്കെല്ലാം മുറിച്ച് നല്ല അടിപൊളിയായി എന്നിട്ട് എല്ലാവർക്കും കൊടുത്തേ. അതുപോലെ അതും മുറിക്കണം, എന്നിട്ട് അതും പുറത്തേക്ക് കൊടുക്കണം. 100 രൂപേൻ്റെതാണ് ഇന്ന് വിഭവങ്ങളെല്ലാം അല്ലേ? ആച്ചു സഹായി. മാഷാ യാക്കൂബത്ത ഇല്ല ബില്ല അതന്നെ. ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി,
പൊറോട്ട ചപ്പാത്തി ആ പിന്നെ ചിക്കൻ പൊരിച്ച് ആ അതല്ലേ മസാല ആ പുഡിങ് മാഷാല്ല പുഡിങ്ങും ഉണ്ട്. ഇതാണ് പുഡിങ്. കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അനിയൻ സാജിദാണ് സ്പോൺസർ ചെയ്യുന്നത്. നടക്കട്ടെ, അടുത്തുള്ള സാധനങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ആ ആ എടുത്തോ അതിലെടെ അല്ല നോക്ക അതിലൊക്കെ ഓരോരുത്തർ ഓരോന്ന് ആ അല്ല കയ്യിലട വെച്ചോ എല്ലാവരും കയ്യില്. ആ 10 കൊടുക്ക്. ആ മോമൻ കിട്ടി. അടുത്ത 12 ആ ഇനി അടുത്ത ആളെ 16 അല്ലല്ല തിരക്കൂട്ടണ്ട, എല്ലാരും ലൈന് കണ്ട് എത്രയാ അതും കൊടുക്ക്. കാട്ട് എന്താ മോനെ ഗിഫ്റ്റ് കൊണ്ട് കളി. ഗിഫ്റ്റ് മൂന്നാരാ? മൂന്നാരിക്കാ 3 4 9 പോട്ടെ 5 അതാ 15 7 കിട്ടിയാ എന്താ? ആ എല്ലാവർക്കും കിട്ടി. അടിപൊളി സൂപ്പർ. സാറല്ല പാച്ച് കഴിച്ചാലോ കഴിക്കുമെന്ന് അറിയുന്നവര്. ഭയങ്കര സ്നേഹ പാച്ച്. ഫാസില ഇനി കാണുന്നുണ്ടോ? ഫാസില ഇവിടുന്ന് അടിച്ചു മാറുന്നു. ഫാസില ഇതാ ഇത് കണ്ട ഇത് നോക്ക്. അയ്യോക്കാ അല്ല ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ട് നല്ല റാത്ത് തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫൈനലായി. അപ്പൊ ലാസ്റ്റാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നത് കേട്ടാ. ഇതിലാണ് സംഭവം. വലിങ്ങനൊന്നുമില്ല, വളരെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. അതൊന്നും ഇങ്ങനെ പറയുന്നത് ഒരു പൊറോട്ട ഉണ്ട്. പൊറോട്ട ഇത് ഇതാ നോക്കറാ പുടി നോക്ക് വായിലേക്ക് പോയി.